ധർമ്മന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണെന്ന് മാരാർ പറഞ്ഞു? ബലം മാത്രമാണ്. ബലവാൻ ചെയ്യുന്നത് ധർമ്മം. അല്ലെങ്കിൽ ദൗർബല്യമുള്ളവരെല്ലാം, ഹൃദയ ദൗർബല്യമുള്ളവരെല്ലാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അധർമ്മമായിരിക്കും. ഇങ്ങനെ രണ്ട് തരത്തിൽ അതിനർത്ഥം പറഞ്ഞു. രണ്ടർത്ഥവും സ്വീകാര്യമാണ്. ഇപ്പോൾ ഒരു ബലമില്ലാത്ത ഒരാൾ ഒരു കുഞ്ഞ് കിണറ്റിൻ്റെ പക്കത്തു നിന്ന് കിണറ്റിലേക്ക് മറിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് ചാടി അതിനെ രക്ഷിച്ചു. അപ്പോൾ അയാൾ ദുർബലനാണെന്ന് അയാൾ വിചാരിച്ചതേയില്ല. ഈ അത്യാഹിതത്തിൽ വിഭ്രമിച്ചു പോയിട്ട് ദുർബലനാണെന്നുള്ള വസ്തുത മറന്നേ പോയി. അപ്പോൾ അയാൾ കുഞ്ഞിനെ എടുത്ത് കയറ്റി കഴിഞ്ഞിട്ടാണ് അയാൾ പേടിക്കുന്നത്. ഓ, ഞാനിതിനകത്ത് മുങ്ങി ചത്തുപോയിരുന്നെങ്കിലോ, ഞാനിതിനു മുമ്പ് കിണറ്റിൽ ഇറങ്ങിയിട്ടുള്ളവനല്ലല്ലോ. അയാളുടെ പ്രവൃത്തി അധർമ്മമായിരിക്കും. ദുർബലൻ്റെ പ്രവൃത്തിയാണ്, ബലവാൻ്റെ പ്രവൃത്തിയല്ല. ഇപ്പം മാരാരുടെ ഈ നേശേ ബലസ്യേത് ചരേതധർമ്മം എന്ന ശ്ലോകപാദത്തിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് ആ പ്രവൃത്തി ചെയ്തയാൾ ദുർബലനായതുകൊണ്ട് എന്ന് പറയേണ്ടി വരും. അയാൾ ഈ കുഞ്ഞിനെ സംരക്ഷിച്ചത് ഒരു അധാർമികമായ പ്രവൃത്തിയാണെന്ന് പറയേണ്ടി വരും. എന്താണ് കാരണം? ദുർബലൻ ചെയ്യുന്നതെല്ലാം അധർമ്മം.